നമസ്കാരം ഫ്രണ്ട്സ്. ആദ്യം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ നേരുന്നു. ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ സെഷനിൽ വന്നിരിക്കുന്നത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസ് അപ്ഡേറ്റ്സ്, 2 കേസ് അപ്ഡേറ്റുകൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അത് മറ്റൊന്നും തന്നെയല്ല. ആദ്യത്തെ കേസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീമതി ശ്രീന ശ്രീധരന്റെ ആന്റിസിപ്പേറ്ററി ബെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓർഡർ വന്നു. അതിന്റെ അപ്ഡേറ്റ് ആണ്. രണ്ടാമത്തെ കേസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപ്പലേറ്റ് ട്രിബ്യൂണലിൽ ന്യൂഡൽഹിയിൽ മാർച്ച് 19 നടന്ന കേസ് അപ്ഡേറ്റുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ കേസ് അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. ആദ്യത്തെ കേസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീന ശ്രീധരന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്ന ഓർഡറാണ്. ആ കേസ് പരിഗണിച്ചത് ഏപ്രിൽ 11 ആയിരുന്നു. ജസ്റ്റിസ് ടി വി കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ബെഞ്ചിലായിരുന്നു. ഐറ്റം നമ്പർ 241 ആയിട്ടാണ് പരിഗണിച്ചത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് വാർത്ത തന്നെയാണ്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീന ശ്രീധരന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ശരിവെച്ചിരിക്കുന്നു. അങ്ങനെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജസ്റ്റിസ് ടി വി കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ബെഞ്ചിൽ നിന്ന്. അതിൻ്റെ അകത്ത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് കണ്ടീഷൻസും കൂടി, എനിക്ക് തോന്നി 8 കണ്ടീഷൻസ് ആണ്. 8 കണ്ടീഷൻസ് ആണ് മൊത്തത്തിൽ അതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കണ്ടീഷൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് അന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നടന്ന കാര്യങ്ങളുടെ ഒബ്സർവേഷൻ ആണ് ആദ്യം നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീന ശ്രീധരനെ റെപ്രസെന്റ് ചെയ്തത് ന്യൂട്ടൺസ് ലോയിലെ മനു ജോസ് സാറും അതുപോലെ രാജേഷ് കുമാർ സാറുമാണ്. അപ്പോൾ കേസിലേക്ക് വരാം. അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന ഒബ്സർവേഷനിൽ ആദ്യം തന്നെ ഈ കേസിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഏപ്രിൽ 7 ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഹിയറിംഗ് ഉണ്ടായിരുന്നു. അന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ സാറ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ സിഇഒ ശ്രീമതി ശ്രീന ശ്രീധരനോട് ഏപ്രിൽ 8 തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിനോട് മുമ്പിൽ ഹാജരാകാൻ വേണ്ടി നിർദ്ദേശിക്കുകയുണ്ടായി. ആ നിർദ്ദേശം പാലിക്കുകയും ഏപ്രിൽ 8 തന്നെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബഹുമാനപ്പെട്ട ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന് മുമ്പായി ഹാജരാവുകയും സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. അപ്പൊ അതിനുശേഷമാണ് ഏപ്രിൽ 11 ഈ കേസ് പരിഗണിച്ചത് വീണ്ടും. അപ്പോൾ പരിഗണിച്ചപ്പോൾ തന്നെ ജസ്റ്റിസ് ചോദിച്ചു. അപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു, ശ്രീമതി ശ്രീന ശ്രീധരൻ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ സിഇഒ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന് മുമ്പിൽ ഹാജരായി സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തായിരുന്നു. എന്നാൽ തന്നെയും ഒരു സിഗ്നേച്ചർ സ്പെസിമെൻ കൂടി, ഒരു സാമ്പിൾ സിഗ്നേച്ചറും കൂടി എടുക്കുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി ഹാജരാകണം എന്നുള്ള ഒരു ഡയറക്ഷൻ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ സാറിന് മുമ്പായി ബോധിപ്പിച്ചു. അപ്പോൾ തന്നെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി അല്ലെങ്കിൽ ശ്രീന ശ്രീധരനെ റെപ്രസെന്റ് ചെയ്ത് അഡ്വക്കേറ്റ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ അഡ്വക്കേറ്റ്സ് പറഞ്ഞു, ഈ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൂർണ്ണമായിട്ടും സഹകരിക്കാൻ അവർ തയ്യാറാണ് എന്നുള്ള ഒരു കാര്യവും കൂടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ സാറിന്റെ മുൻപാകെ ബോധിപ്പിച്ചു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കേസ് ഓർഡറിൽ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ സാറിന്റെ കുറെ അധികം ഒബ്സർവേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ബെയിലിന്റെ കണ്ടീഷൻസിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഒബ്സർവേഷൻ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ഒബ്സർവേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം ഡിസ്കസ് ചെയ്യാം. കാരണം ഇത് കുറച്ച് പെട്ടെന്ന് പറഞ്ഞ് പോകാൻ വേണ്ടി പറ്റുന്ന ഒരു അപ്ഡേറ്റ് അല്ല. അതുകൊണ്ട് എല്ലാവർക്കും ക്ലിയർ ആകണം. അപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടണം എന്ന് കൂടെ വെച്ചിട്ടാണ് ഈ ഒബ്സർവേഷൻസിലും കൂടെ പോകുന്നത്. അപ്പോ ഈ കേസിനുമായിട്ട് ആസ്പദമാക്കിയിട്ട് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ സാറ് ഈ കേസ് ഓർഡറിൽ റേസ് ചെയ്തിരിക്കുന്നത് 2 പ്രശസ്തമായ കേസുകളാണ്. ഒന്ന് നമ്മുടെ മുൻ കേന്ദ്രമന്ത്രി ശ്രീ പി ചിദംബരം വെസസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അത് 2019 നടന്ന കേസാണ്. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒബ്സർവേഷൻ ആണ്. അതുപോലെ തന്നെ വേറൊരു കേസും കൂടെ സിദ്ധാർത്ഥ് വെസസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ്. അതും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ 2021 നടന്ന കേസാണ്. അപ്പം ആ 2 കേസുകളിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കേസിൽ
ഫ്രീ ട്രയൽ നടന്നിരിക്കണം. അത് നിർബന്ധമായിട്ട് നടന്നിരിക്കണം. നിയമത്തിൽ അറസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു പവർ കൊടുത്തിരുന്നാൽ തന്നെയും ഇറ്റ് ഡസൻ അവിടെ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ സാർ ആ കേസിൽ ആ പർട്ടിക്കുലർ ജഡ്ജ്മെന്റിന്റെ ആ ഒരു വേർഡിങ്സ് അവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. മിയർലി ബിക്കോസ് ആൻ അറസ്റ്റ് ക്യാൻ ബി മെയ്ഡ് ബിക്കോസ് ഇറ്റ് ഈസ് ലോഫുൾ ഡസൻ മാൻഡേറ്റ് ദാറ്റ് അറസ്റ്റ് ക്യാൻ ബി മെയ്ഡ് എന്ന് പറഞ്ഞാൽ നിയമത്തിന് അറസ്റ്റ് ചെയ്യാനുള്ള പവർ കൊടുത്തിരുന്നാലും നിർബന്ധമായിട്ടും അറസ്റ്റ് ചെയ്യണമെന്ന് ഇല്ല. അതിന്റെ കാരണം അവിടെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഈ രണ്ട് കേസുകളിലും പറഞ്ഞിരിക്കുന്നത് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ് ഓഫ് പവർ ടു അറസ്റ്റ് ആൻഡ് ജസ്റ്റിഫിക്കേഷൻ ടു എക്സസൈസ് ഇറ്റ്. ഇപ്പോൾ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അതിലൊരു പ്രോപ്പർ ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു റീസൺ, ഒരു കാരണം, ഒരു പ്രോപ്പർ സോളിഡ് ആയിട്ടുള്ള ഒരു കാരണം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അങ്ങനെ ഒരു സ്റ്റെപ്പിലേക്ക് പോകാവൂ. അപ്പൊ അങ്ങനെയുള്ള ഒബ്സർവേഷൻസ് ആണ് ഈ രണ്ട് പ്രശസ്തമായിട്ടുള്ള കേസുകളുടെ ഒബ്സർവേഷൻ ആണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ സാറ് ഈ കേസിലും പരിഗണിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ ഈ ആന്റിസിപ്പേറ്ററി ബെയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഓൾറെഡി ഹയർ ഷോൺ ഷോപ്പിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീനാഥ് ശ്രീധരനെ കിട്ടിയിരിക്കുന്നു. അപ്പോൾ ആ ബെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടീഷൻസിലേക്കാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കേസ് ഓർഡർ വന്നിരിക്കുന്നത് April 11-നാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു സാമ്പിൾസ് സിഗ്നേച്ചർ എടുക്കുന്നതിന് വേണ്ടി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന്റെ മുൻപാകെ ഹാജരാകണം എന്നുള്ള റിക്വസ്റ്റ് ആണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് കണ്ടീഷനിൽ തന്നെ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ സാർ അവിടെ റേസ് ചെയ്തിരിക്കുന്നു. ഈ കേസ് ഓർഡർ April 11 വന്നു. അപ്പോൾ ഇത് വന്നതിന് ശേഷം 2 ആഴ്ചയ്ക്കുള്ളിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന് മുമ്പിൽ ഹാജരാകണം. ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ സാമ്പിൾ സിഗ്നേച്ചർ, അതുപോലെ തന്നെ ഇനി ഫർദർ എന്തെങ്കിലും ചോദ്യങ്ങളുമായിട്ട് സഹകരിക്കണം, ഇന്ററോഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനും സഹകരിക്കണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഇന്ററോഗേഷൻ ചോദ്യം ചെയ്തപ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന് മേ ബി ഒരു റീസൺ അറസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഒരു പ്രപ്പോസൽ ആണ് വരുന്നതെങ്കിൽ, എന്നാലും ഈ കേസിൽ ഇവിടെ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ സാറിന്റെ കണ്ടീഷൻ വെച്ചിരിക്കുന്നത് എന്നാൽ പോലും 50,000 രൂപയും 2 ആൾക്കാരുടെ സോൾവന്റ് ഷുവർട്ടീസ് എന്ന് പറഞ്ഞ 2 ആളുകളുടെ ജാമ്യത്തിൽ ബെയിൽ ഈ കേസിൽ നൽകാവുന്നതാണ്. കാരണം അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ 2 കേസുകളുണ്ടല്ലോ, ഫ്രീ ട്രയൽ, ഒരു ക്ലാരിറ്റി ആയിട്ടുള്ള ഇത്. കാരണം ഈ കേസ് ഓർഡർ വായിച്ചാൽ നമുക്ക് ഫുള്ളി മനസ്സിലാവും. എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്ന അക്യൂസ്ഡ് അല്ലെങ്കിൽ സസ്പെക്ട് അല്ലെങ്കിൽ കുറ്റവാളി എന്ന് അവിടെ ഉപയോഗിച്ചിട്ടില്ല. അക്യൂസ്ഡ് ഓർ സസ്പെക്ടഡ് എന്ന് പറഞ്ഞ പദങ്ങളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഇപ്പോൾ സപ്പോസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിനെ അറസ്റ്റ് ചെയ്യണമെങ്കിലും ഒരു പ്രപ്പോസൽ ആണ് വെക്കുന്നെങ്കിലും പോലും ഹയർ ഓൺലൈൻ ഷോപ്പിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിന് ബെയിലിന് അവിടെ പോസിബിലിറ്റി ഉണ്ട്. 50,000 റുപ്പീസും അതുപോലെ 2 ആൾക്കാരുടെ ആൾജാമ്യത്തിൽ ബെയിൽ കിട്ടാം. ആ ഒരു സ്റ്റേജിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ. പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എപ്പോൾ വിളിച്ചാലും ഈ ചോദ്യം ചെയ്യലുമായിട്ട് സഹകരിക്കണം എന്നാണ് അവിടെ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ സാർ അടുത്ത ഒബ്സർവേഷനിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നാലാമത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ അല്ല, കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ശ്രീമതി ശ്രീനാഥ് ശ്രീധരൻ ഇന്ത്യക്ക് പുറത്ത് ഒരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ, ട്രാവൽ ചെയ്യണമെങ്കിൽ ജൂറിസ്ഡിക്ഷണൽ കോർട്ടിന്റെ നിന്ന് പെർമിഷൻ എടുത്തിരിക്കണം. ഇവിടെ ജൂറിസ്ഡിക്ഷണൽ കോർട്ട് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കേസിന് ആസ്പദമായിട്ടുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ PA വത്സൻ കൊടുത്ത ചേർപ്പ് പോലീസ് സ്റ്റേഷൻ കൊടുത്ത FIR-മായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ജൂറിസ്ഡിക്ഷണൽ കോർട്ട് എന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ തൃശൂർ കോർട്ടാണ്, തൃശൂർ കോടതിയാണ്. അപ്പോൾ ശ്രീമതി ശ്രീനാഥ് ശ്രീധരനെ ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് എന്തെങ്കിലും ആവശ്യമായിട്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ ബഹുമാനപ്പെട്ട തൃശൂർ കോടതിയിൽ നിന്ന്, തൃശൂർ സെഷൻസ് കോർട്ടിൽ നിന്ന് പെർമിഷൻ എടുത്തിരിക്കണം. അതാണ് അടുത്ത കണ്ടീഷൻ. ഓക്കെ. പിന്നെ അതുപോലെ ഇപ്പോൾ ഈ ജാമ്യത്തിന്റെ ഈ കാലയളവിൽ ഇപ്പം ബെയിലാണ്, മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ ഓൾറെഡി ഹൈക്കോടതി അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പം ആ ഒരു കാലയളവിൽ ഈ പറഞ്ഞിരിക്കുന്ന അക്യൂസ്ഡ് ഓർ സസ്പെക്ട് ഈ സിമിലർ ഒഫൻസുമായിട്ട് ഒരു കാര്യങ്ങളും കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ.
അപ്പൊ ഈ ഒരു കാലയളവിൽ വേറെ സിമിലർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഇപ്പൊ ഈ ആരോപിക്കപ്പെട്ടിരിക്കുന്ന രീതിയിലുള്ള ഇപ്പൊ പ്രോസിക്യൂഷൻ ആരോപിക്കപ്പെട്ടിരിക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസിൽ പങ്കുചേരാൻ പാടില്ല എന്നുള്ള കണ്ടീഷനാണ് അടുത്ത പറഞ്ഞിരിക്കുന്നത്. പിന്നെയുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവിടെ റേസ് ചെയ്തിരിക്കുന്ന ഒരു കേസിന് ആസ്പദമാക്കിയിട്ടുള്ള കേസ് തന്നെയാണ് അൻസാർ അസീസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു ഒബ്സർവേഷൻ തന്നെയാണ്. ഈ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കേസിന് ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ബെയിൽ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ബാക്കി ഈ കേസിന് ആസ്പദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓൾറെഡി ഇപ്പോ അത് തീരുമാനിക്കേണ്ടത് ജസ്റ്റിസ് സുധാ മാമിന്റെ ബെഞ്ചിൽ നിന്നാണ്. ഓൾറെഡി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ അപ്പീൽ പ്രോസസ്സുമായിട്ട് എനിക്ക് തോന്നുന്നു 2-3 സിറ്റിംഗ് കഴിഞ്ഞായിരുന്നു ജസ്റ്റിസ് സുധാ മാമിന്റെ ബെഞ്ചിൽ. അതിപ്പോ ഫർദർ ഹിയറിംഗിന് വേണ്ടി ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നാം എവർക്കും അറിയാവുന്ന പോലെ ജൂൺ 2-ാം തീയതിയാണ്. പിന്നെ അതുപോലെ FIR കോഷിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ശ്രീ വത്സൻ കൊടുത്തിരിക്കുന്ന FIR-ഉം അതുപോലെ ശ്രീ മനു MG HRC ക്രിപ്റ്റോ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊടുത്തിരിക്കുന്ന FIR കോഷിംഗ് ആണെങ്കിൽ തന്നെയും അതും പരിഗണിക്കുന്നത് മെയ് 29 29-28 പരിഗണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് 29. അപ്പോൾ ആ കേസിന് ആ കാര്യങ്ങൾ ആ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഈ ഒരു പർട്ടിക്കുലർ ഇപ്പൊ ഒബ്സർവേഷനും ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം ഈ ജാമ്യമായിട്ട് മാത്രമേ ഇത് കണക്കിലെടുക്കാൻ പാടുള്ളൂ എന്നാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ബെഞ്ചിൽ നിന്നുള്ള കണ്ടീഷൻ. ഇനി ഈ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും കണ്ടീഷൻസ് വയലേറ്റ് ചെയ്താൽ ഇപ്പം ഉദാഹരണത്തിന് ഇപ്പൊ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായിട്ട് സഹകരിക്കുന്നില്ല അല്ലെങ്കിൽ ഹാജരാകുന്നില്ല, അപ്പം അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ ഇന്ത്യക്ക് പുറത്ത് ഇപ്പം ബഹുമാനപ്പെട്ട തൃശൂർ കോടതിയുടെ പെർമിഷൻ ഇല്ലാതെ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയാ ആദ്യം പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഇപ്പൊ 2 ആഴ്ചക്കുള്ളിൽ ഹാജരാകണമെന്നാണ് ഇപ്പം സാമ്പിൾ സ്പെസിഫിക് സിഗ്നേച്ചർ എടുക്കുന്നതിന് വേണ്ടി. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കണ്ടീഷൻസ് വയലേറ്റ് ചെയ്താൽ ഈ ബെയിൽ റദ്ദാക്കാം എന്നുള്ള ഒരു കണ്ടീഷനാണ്. റദ്ദാക്കാനുള്ള പവർ ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? ജുറിസ്ഡിക്ഷണൽ കോർട്ടിനാണ്. സെഷൻസ് കോർട്ടിനാണ്, തൃശൂർ സെഷൻസ് കോർട്ടിനാണ് ആ പവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആന്റിസിപ്പേറ്ററി ബെയിൽ ഹയർ ചാർജ് കോപ്പിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീനാഥ് ശ്രീധരന്റെ മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ് അപ്ഡേറ്റ്. അപ്പോൾ എന്തായാലും അതൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ ഹയർ ചാർജ് കോപ്പിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീനാഥ് ശ്രീധരന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഇതാണ് ഫസ്റ്റ് കേസ് അപ്ഡേറ്റ്. അപ്പോൾ ഈ കേസ് ഇപ്പോൾ ഡിസ്പോസ് ചെയ്തിരിക്കണം. അതാണ് ഈ ഫസ്റ്റ് കേസ് അപ്ഡേറ്റിന്റെ സ്റ്റാറ്റസ്. എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ കേസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപ്പീലേറ്റ് ട്രിബ്യൂണൽ ന്യൂഡൽഹിയിൽ നടന്ന കേസിന്റെ കേസ് അപ്ഡേറ്റ് ആണ്. അത് ഓൾറെഡി മാർച്ച് 19-ാം തീയതി നടന്ന കേസാണ്. അതിലൊരു അപ്ഡേറ്റും കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. ഇതിന് മുമ്പ് കേസ് പരിഗണിച്ചിരുന്നത് രാജേഷ് മൽഹോത്ര സർ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്ന ബെഞ്ചിലായിരുന്നു. ഇപ്പോൾ ഈ ബഹുമാനപ്പെട്ട അപ്പീലേറ്റ് ട്രിബ്യൂണൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ന്യൂഡൽഹിയിൽ ഈ കേസിന്റെ ഇപ്പോൾ ഇരിക്കുന്ന ബെഞ്ച് ചെയർപേഴ്സൺ ബലേഷ് കുമാർ സാറിന്റെ ബെഞ്ചിലാണ്. അപ്പോൾ മാർച്ച് 19-ാം തീയതി നടന്ന ഇപ്പോൾ ഓൾറെഡി ഒഫീഷ്യലി ഉള്ള അപ്ഡേറ്റ്സുകളൊന്നും ഇപ്പോൾ ഓർഡേഴ്സ് ഒന്നും ഇപ്പോൾ സൈറ്റിൽ ലഭ്യമല്ല. എന്നാൽ തന്നെ മാർച്ച് 19-ാം തീയതി നടന്നത് ബലേഷ് കുമാർ സാറിന്റെ ബെഞ്ചിൽ വന്നപ്പോൾ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിൻ ഓഫീസിനെ റെപ്രസെന്റ് ചെയ്തുള്ള അഡ്വക്കേറ്റിന് കുറച്ചും കൂടി സമയം വേണം റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി എന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ് ഇപ്പോൾ ബലേഷ് കുമാർ സാറിന്റെ ബെഞ്ചിൽ ബോധിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ആ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് ബലേഷ് കുമാർ സാർ ഒരു 5 വീക്ക് എക്സ്റ്റൻഷൻ ടൈം ആണ് ഇപ്പോൾ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഡ്വക്കേറ്റിന് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ മാർച്ച് 19 മുതൽ 5 വീക്സ് എക്സ്റ്റൻഷൻ ആണ്. ഒഫീഷ്യൽ ഒരു ഡേറ്റ് വന്നിട്ടില്ല ഇനി അടുത്ത ഹിയറിംഗിന് വേണ്ടിയുള്ളത്. അപ്പൊ 5 വീക്സ് നമ്മളിപ്പോ പറയുമ്പോൾ ഒന്നെങ്കിൽ ഏപ്രിൽ ലാസ്റ്റ് വീക്കോ അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് വീക്കിലോ എന്തായാലും അപ്പീലേറ്റ് ട്രിബ്യൂണൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ന്യൂഡൽഹിയിൽ എന്തായാലും ഹയർ ചാർജ് കോപ്പിയുടെ കേസ് വരാൻ വേണ്ടി ഇരിക്കുകയാണ് ബാക്കിയുള്ള ഫർദർ പ്രൊസീഡിങ്സിന് വേണ്ടി. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന 2 കേസുകളുടെയും കേസ് അപ്ഡേറ്റ്സ്. അപ്പോ നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും 2 കേസ് അപ്ഡേറ്റുകളും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ കുറച്ച് നീണ്ടുപോയി എന്നുള്ളതെന്ന് അറിയാം, പക്ഷെ എല്ലാം ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ഫ്രീ ട്രയൽ ഈ കേസിൽ ഉണ്ടാകട്ടെ. നല്ല രീതിയിൽ ഡയറക്ഷൻസിലേക്ക് തന്നെയാണ്
കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിന് എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഹൃദയം നിറഞ്ഞ ശുഭദിനാശംസകൾ. സോ ഈ വീഡിയോ സെഷൻ നിർത്തുന്നു. സോ താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.